കേൾക്കാൻ പറ്റുന്നുണ്ടോ അച്ഛാ? ക്ലിയർ ആണോ? താങ്ക്സ് ജിജോ അച്ഛാ വന്നേന്. റോബിൻ ചാപ്പിളിന് അടുത്ത് താങ്ക്സ് ഉണ്ട്. ആദ്യത്തെ പ്രസംഗം ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ട് കുറച്ച്, അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കരുത്. ഓക്കെ, നമുക്കിന്ന് ഞാനിന്ന് ചെറിയൊരു ഡിവോഷൻ എടുത്തേക്കുന്ന ടോപ്പിക്കാ ലൂക്ക 15, ലൂക്ക് 15. അതിന്റെ മുമ്പ് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാവോ? ഗീതമ്മ ഒരു പ്രയർ ഒന്ന് ലീഡ് ചെയ്യുമോ? ഗീതമ്മ. Can you hear? Yeah, ഒരു prayer, ഒരു opening prayer. Father, thank you for this day, for this evening, where all in the health ministry and the healing ministry, we are all together wanting your word. God bless us to bloom wherever we are planted with the nourishment that you give through your word, through Dr. Ajay. We look forward to your help. Help us to grow out as you wish us to be. Thank you, Lord, in your precious name. Amen. ഓക്കെ, ഇന്നത്തെ എൻ്റെ മെഡിറ്റേഷൻ ആയിട്ട് ചെറിയൊരു ടോപ്പിക് എടുത്താണ്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അതിനകത്ത് പറയാൻ വേണ്ടി. ഇത് 3 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. ലൂക്ക് 15 അറിയാലോ, ലോസ്റ്റ് സൺ, ലോസ്റ്റ് ഷീപ്പ്, ലോസ്റ്റ് കോയിൻ. ഇത് 3 അതിനകത്തെ സ്റ്റോറീസ് ആയിട്ട് പറയുന്നത്. 3 പാർട്ടായിട്ടാണ് അതുള്ളത്. ഞാൻ ലോസ്റ്റ് സണ്ണിനെ കുറിച്ചാണ് അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ അതിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ, ഇതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു കഥയിൽ നിന്ന് 3 കഥകളിൽ നിന്നും കിട്ടാവുന്ന ഒറ്റ ഒരു ഇതെന്ന് വെച്ചാൽ, ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ടു റിട്ടേൺ. തിരിച്ചു വരാൻ പ്രയാസമായിട്ട് ഒന്നുമില്ല. അതാണ് ഈ ഒരു 3 കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ലോസ്റ്റ് സൺ ആണെങ്കിലും, ലോസ്റ്റ് ഷീപ്പ് ആണെങ്കിലും, ബാക്കിയത് ലോസ്റ്റ് കോയിൻ ആണെങ്കിലും, നമുക്ക് ഒന്നിനും തിരിച്ചു വരാൻ, ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു റിട്ടേൺ. തിരിച്ചു വരാൻ സാധിക്കാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു സാരാംശമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. ഇത് 3 നഷ്ടങ്ങളുടെ കഥയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3 സിമിലർ സ്റ്റോറീസ് ആണ്. ഇതിന്റെ ഒരു ബിബ്ലിക്കൽ ഇത് വെച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു പ്രസംഗത്തിൽ നിന്ന് കേട്ട ഒരു പോയിന്റ് ആണ് ഇത്. ബിബ്ലിക്കൽ പീരീഡ്സ് എടുത്താലും 3 പീരീഡ്സ് ആണ് ബിബ്ലിക്കലിലുള്ളത്. എബ്രഹാം ടു ഡേവിഡ്, അതൊരു ഗ്ലോറി പീരീഡ് ആണ്, മഹത്വത്തിന്റെ പീരീഡ് ആണ്. സെക്കൻഡ് ആണ് ഡേവിഡ് ടു ബാബിലോൺ ഇറ, അതൊരു നഷ്ടപ്പെട്ട ഗ്ലോറിയാണ്, ലോസ്റ്റ് ഗ്ലോറി, അതാണ് നഷ്ടപ്പെട്ട മഹത്വം, അതാണ് സെക്കൻഡ് പീരീഡ്. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ബാബിലോൺ ടു ജീസസ് വന്ന അതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഗ്ലോറി, അല്ലെങ്കിൽ തിരിച്ചു വന്ന് മഹത്വത്തിലേക്കുള്ള ഒരു റിട്ടേണിംഗ് ആണ് 3ാമത്തെ പീരീഡ്. അപ്പം 3 ഫേസിലാണ് ഈ സ്റ്റോറി പോകുന്നത്. ഏത് കഥ എടുത്താലും, ഇപ്പൊ ലോസ്റ്റ് സൺ എടുത്താൽ തന്നെ ഒരു മഹത്വത്തിന്റെ പീരീഡ് ഉണ്ട്, ഗ്ലോറി പീരീഡ് ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ, ലോസ്റ്റ് ഫേസ് ആണ്, പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒരു മഹത്വം സെക്കൻഡ്. തേർഡ് ഫേസ് എന്താണ്, റിട്ടേൺ ഗ്ലോറി, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട മഹത്വം. അതാണ് 3 ഫേസസ്. ഇതിന്റെ എല്ലാ അവസാനം ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, സെലിബ്രേഷൻ. കോയിൻ തിരിച്ചു കിട്ടുമ്പോഴാണെങ്കിലും, ഷീപ്പ് തിരിച്ചു വരുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ളൊരു ഫേസ് ആണ് സെലിബ്രേഷൻ. അതിനകത്ത് ഒരു പോയിന്റ് നമ്മുടെ എല്ലാ ബൈബിളിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന, ഒരു ഫാറ്റ് കാഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മകൻ തിരിച്ചു വരുമ്പോഴത്തെ ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇലിസ്ട്രേഷനിൽ വായിച്ചത് ഫാറ്റ് കാഫ് അല്ല, ഫാറ്റ് എൻഡ് കാഫ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിച്ച കാളക്കുട്ടിയാണ്. കാരണം അങ്ങനെ ഒരു പോയിന്റിന് റെലവൻസ് തരാൻ കാരണം, ഫാറ്റ് ആൻഡ് കാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫാറ്റ് കാഫ് എന്ന് വെച്ചാൽ ചുമ്മാ ഒരു റിച്ച് ആയിട്ടിരിക്കുന്ന ഒരു ഫാദറിന്, അല്ലെങ്കിൽ അത്രയും കാഫ് ഉള്ള ഒരാളെ വെട്ടുന്നതല്ല, ഒരു കാഫിനെ വെട്ടുന്നതല്ല. അതിനുവേണ്ടി ഫാറ്റൻ ചെയ്തു. ഫാറ്റൻ കാഫ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരു കാഫാണ്. അത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ ജീസസുമായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതൊരു ഫാദർ എന്ന് പറഞ്ഞാൽ ഗോഡ്, അത് ഫാറ്റൻ കാഫ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സാക്രിഫൈസ് ആവുന്ന വേണമെങ്കിൽ ജീസസ് ആയിട്ട് അങ്ങനെയും നമുക്കതൊരു ചിന്തിക്കാനൊരു വശമാണ്. അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന 3 നഷ്ടത്തിന്റെ കഥയാണ്, ലോസിന്റെ കഥയാണ് ഈ 3 പറയുന്നത്. ഈ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം ഒരു സിന്നുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ലോസ് എന്ന് പറയുന്നത് ഒരു നഷ്ടം, ഒരു സിന്നുമായിട്ട് കമ്പയർ ചെയ്യാം. കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ കാരണം, ഈ നഷ്ടം ഒരു സിന്നാണെന്ന് പറയാൻ കാരണം, പാപമായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഈ നഷ്ടം എന്ന് പറയുന്നത് ഒരു ലോസ് എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ഇപ്പൊ പാപത്തെ നമുക്ക് നഷ്ടമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ആൾക്കൊരു കടയുണ്ടെന്ന് വെച്ചോ, ഒരു നല്ലൊരു കടയുണ്ട്. അപ്പൊ ഒരു ബന്ധു ദിവസത്തെ അയാൾ കട തുറന്നില്ല. അപ്പൊ അയാൾക്ക് എന്ത് പറ്റും? അയാൾ പറയും, വീട്ടിൽ ചെന്നിട്ട് പറയാം, എനിക്ക് 400 രൂപ നഷ്ടമുണ്ടായി. അത് എന്തുകൊണ്ടാ? അത് വർക്ക് ചെയ്തുണ്ടായ നഷ്ടമല്ല, അത്
അത് കട തുറക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ അത് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു നഷ്ടമാണ്. അതാണ് ഈ ലോസ് എന്ന് പറയുന്ന കാരണം. അപ്പം ഇതിനകത്ത് ഈ 3 നഷ്ടങ്ങളാണ്. ഈ 3 നഷ്ടവും പാപമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിന്നും ലോസും ആയിട്ട് നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ പറ്റും. നഷ്ടങ്ങളാണ് ഈ 3. ഈ 3 നഷ്ടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 നഷ്ടങ്ങളും ഇതിനകത്ത് ലോസ്റ്റ് ഷീപ്പാണ്, ലോസ്റ്റ് കോയിൻ ഉണ്ട്, ലോസ് ഉണ്ട്. ഈ 3 നഷ്ടങ്ങളും നമുക്ക് 3 കാരണങ്ങളാണ്. എല്ലാം സിമിലർ സ്റ്റോറീസ് ആണെങ്കിലും 3 കാരണങ്ങളാണ് ഈ 3 നഷ്ടത്തിനുള്ളത്. ലോസ്റ്റ് ഷീപ്പ് എന്ന് പറയുന്നത് ഇഗ്നറൻസ് ആണ്. ഇഗ്നറൻസ് പറഞ്ഞാൽ ആ ഒരു ഇഗ്നറൻസ് ഉള്ള ഒരു പാർട്ട് കൊണ്ടാണ് ഈ ഷീപ്പ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ഷീപ്പിനെ കുറിച്ച് അറിയാം. നമുക്ക് ഷീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഒരു ആട്ടിൻകുട്ടിയെ നമുക്ക് കൊല്ലാൻ കൊണ്ടുപോകാനാണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ടൊരു ഒരു ചെടി അല്ലെങ്കിൽ ഒരു കുറച്ച് ഇലനാമ്പ് കാണിച്ചാൽ മതി, പച്ചിലനാമ്പ് കാണിച്ചാൽ മതി, അത് നടന്നു വരും. കൊല്ലാൻ കൊണ്ടുപോകാനാണെങ്കിൽ പോലും എങ്ങോട്ടാണെങ്കിലും അതൊരു പച്ചിലനാമ്പ് കണ്ടാണെങ്കിലും അത് പുറകെ ഫോളോ ചെയ്ത് വരും. അപ്പൊ ഇഗ്നറൻസ് ആണ് ആ ഒരു പാർട്ടിൽ. ലോസ്റ്റ് ഷീപ്പിൽ എന്തുകൊണ്ടാണ് ഈ നഷ്ടം വരുന്ന കാരണം, അല്ലെങ്കിൽ അത് ഇഗ്നറൻസ് ആണ് അതിന്റെ ഒരു മെയിൻ റീസൺ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കോയിൻ. കോയിൻ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ സാധാരണ നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും മൊബൈൽ അല്ലെങ്കിൽ ചാർജർ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കയ്യിലുള്ള കീ അതെല്ലാം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കെയർലെസ്നെസ് കാരണമാണ്. അപ്പൊ ഈ സെക്കൻഡ് റീസൺ ഓഫ് ഈ ലോസ് കോയിന്റെ റീസൺ എന്ന് പറയുന്നത് കെയർലെസ്നെസ് ആണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലോസ് സൺ. അത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലോസ്റ്റ് സൺ. ഈ മകനെ നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? മകന്റെ തെറ്റെന്തായിരുന്നു? പ്രൈഡ്, അവന്റെ അഹംഭാവമാണ് അവനെ ഗോഡിൽ നിന്ന്, അവന്റെ ഫാദറിൽ നിന്ന് മാറ്റി നിൽക്കാൻ കാരണം അവന്റെ അഹംഭാവമാണ്, അവന്റെ പ്രൈഡാണ്. അപ്പൊ 3 റീസൺസ് ആണ് ഈ 3 സ്റ്റോറീസിലുള്ളത്. ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞോളാണ്. ലോസ്റ്റ് ഷീപ്പ് എന്ന് പറയുന്നത് ഇഗ്നറൻസ്, രണ്ടാമത്തത് ലോസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് കെയർലെസ്നെസ് ആണ്, ലോസ്റ്റ് സൺ എന്ന് പറയുന്നത് പ്രൈഡ് ആണ് അതിന്റെ റീസൺസ്. ഈ മൂന്ന് റീസൺസ് ആണെങ്കിലും അറ്റ്ലാസിന്റെ എല്ലാ സ്റ്റോറിയുടെ എൻഡ് വരുന്നത് സെയിം ആണ്. നമുക്ക് എല്ലാത്തിനും തിരിച്ചു വരിക, എല്ലാ തിരിച്ചു വരലും ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഹോപ്പ് തരുന്ന ഒരു ഫാക്ടർ. മൂന്നിലും ഒരു സെലിബ്രേഷൻ ആണ് അത് നോക്കുന്നത്. നമുക്ക് ഞാൻ ലോസ്റ്റ് സണ്ണിന്റെ കാര്യത്തിലേക്ക് പോകാം. പാരബിൾ ഓഫ് ലോസ് സൺ എല്ലാവർക്കും കഥ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലൂക്ക 15:11, ലൂക്ക് 15:11-31 ആണ് ഈ സ്റ്റോറി ഓഫ് ദ ലോസ്റ്റ് സൺ വരുന്നത്. അതൊരു സിനാരിയോ അറിഞ്ഞിരുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഈ ഒരു ലോസ്റ്റ് സണ്ണിന്റെ സിനാരിയോ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ ലോസ്റ്റ് സണ്ണിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് ഈ ഫാദറിന്റെ പ്രോപ്പർട്ടി ഫാദർ മരിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആവുള്ളൂ. എന്നാൽ ഫാദറിന്റെ പ്രോപ്പർട്ടി അന്നത്തെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഫാദർ മക്കൾക്ക്, യങ് സണ്ണിന്, ഏറ്റവും ഇളയ ആൾക്ക് 1/3 പ്രോപ്പർട്ടി കൊടുക്കും, മൂത്ത ആൾക്കാണെങ്കിൽ 2/3 പ്രോപ്പർട്ടി കൊടുക്കും. അപ്പൊ അതിനകത്ത് ഫാദർ മരിച്ചു കഴിഞ്ഞാലാണ്, അത് മുമ്പേ സെറ്റാണ്, അതിപ്പോ അതിനകത്ത് ഡിവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം സെറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫാദറിന്റെ പ്രോപ്പർട്ടി അത് ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പൊ ഈ സൺ ആ ഫാദറിന്റെ അടുത്ത് പ്രോപ്പർട്ടി ചോദിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ചോദിച്ചതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്, ഫാദർ, പുള്ളിക്കാരന്റെ മനസ്സ് ഡെഡ് ആണ്. ഈസ് ഡെഡ് ഇൻ, ഫാദർ ഇസ് കൺസിഡേർഡ് ഡെഡ്, അല്ലെങ്കിൽ ഫാദർ മരിച്ചു എന്ന് സണ്ണിന്റെ മനസ്സിലുണ്ട്. അത് അങ്ങനെ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹങ്കാരം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ ചോദിക്കാനുള്ള ധൈര്യപ്പെടുന്നത്. ഫാദർ മരിച്ചു എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് ഫാദറിന്റെ അടുത്ത്. ആ ഒരു പോയിന്റ് ആണ് അതിനകത്ത് ഓർക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു സണ്ണിന്റെ ഫോൾ എന്ന് എടുക്കുകയാണെങ്കിൽ 3 കാറ്റഗറി റീസൺസ് എടുക്കുകയാണെങ്കിൽ, ഈ ഫാദറിന്റെ അടുത്ത് ചോദിക്കാൻ കാരണം ഫാദറിനോടുള്ള ആ ഒരു റിലേഷൻ നഷ്ടമാകും. അവിടെ അവൻ മരിക്കുകയാണ്, അവന്റെ റിലേഷൻഷിപ്പ് വിത്ത് ഫാദർ ഇസ് ബീയിങ് ഡെഡ്, അല്ലെങ്കിൽ അതിനൊരു ഡ്രൈ ആയ ഒരു റിലേഷൻ ആണ് പുള്ളിക്കാരനുള്ളത്. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫാദർ സാധാരണ നമുക്കറിയാമല്ലോ, ഒരു മലയാളി ഫാമിലീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, മരിച്ചു കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ മരിക്കാവുന്ന ആ ടൈം വരെ അവര് പിള്ളേർക്ക് അത് എഴുതി കൊടുക്കില്ല അവരുടെ സ്വത്ത്. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇവര് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കിയില്ലെങ്കിലും അങ്ങനെ ഒരു ടെൻഷൻ അവർക്കുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ ഈ ഫാദർ ഈ സണ്ണിന് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഫാദർ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ മോനിൽ നിന്ന്. ഇവൻ എന്നെ നോക്കോ ഇല്ലയോ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഇമ്പാർഷ്യൽ ആയിട്ട് ഫാദർ അവന് അത് അപ്പൊ തന്നെ അവൻ കൊടുക്കുന്നത്. ഇത് എഴുതി വെച്ചിട്ടുള്ളതാണ്, അവന് ഇത്ര ഉണ്ടെന്ന് ഒരു സംശയം അതിനകത്ത് വരുന്നില്ല. പക്ഷെ എന്നിട്ടും ഫാദർ അത് എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അപ്പൊ കൊടുക്കുന്നത് അവനിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അവനൊരു ട്രസ്റ്റ് ഉണ്ട്. ട്രസ്റ്റ് ഉള്ള ഫാക്ടർ ഉള്ളതാണ് ഫാദർ അത് എഴുതി കൊടുക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ, ഈ സണ്ണിന്റെ ഫോളിന്റെ ഒരു റീസൺ സെൽഫിഷ്നെസ് ആണ്. അവന്റെ ഫോക്കസ് അവനിലേക്ക് മാറുന്നു. ഈസ് ഫോക്കസ് ഇസ് മൈ പ്രോപ്പർട്ടി, എന്റെ സ്ഥലം, എന്റെ ലൈഫ്.
അങ്ങനെ പറഞ്ഞ് അവന്റെ ഒരു ഫോക്കസ് മാറുന്നു. അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഇളയ മകൻ അല്ലെങ്കിൽ ലോസ്റ്റ് സണ്ണിന്റെ ഒരു ഫോളിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവന്റെ ഫാദറുമായിട്ടുള്ള റിലേഷൻ അവൻ ബ്രോക്കൺ ആവുകയാണ്. എന്നിട്ട് അവൻ വേർ ഇസ് ഹി ഗോയിങ്, ഹി ഗോട്ട് എ ജോബ്. ലൂക്ക് 15:15 പറയുന്നുണ്ട്, ഹി ഗോട്ട് എ ജോബ് വിത്ത് വൺ ഓഫ് ദ സിറ്റിസൺസ് there who sent the son into a field to feed pigs. അവൻ ലാവിഷ് ആയിട്ടെല്ലാം ചെലവാക്കി അവന്റെ ലൈഫ് എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അവനൊരു പന്നിക്കൂട്ടത്തിലാണ് അവൻ ചെല്ലുന്നത്. അതിന്റെ ഈ പന്നിക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫായിട്ട് വേണമെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാം. ഫാദർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മുടെ ഫാദർ ഗോഡുമായിട്ടുള്ള റിലേഷൻ പൊട്ടിച്ച് നമ്മൾ വേറൊരു പാത്ത് സഞ്ചരിക്കുകയാണ്. വി ആർ ട്രൈങ് ടു ഫിഗർ നമ്മുടെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് വി ആർ ട്രാവലിംഗ് ടു അനദർ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേർ ആർ വി റീച്ചിങ്. ഈ പന്നിക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫിലെ ബാഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ തെറ്റായ ഒരു റിലേഷൻഷിപ്പ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ടോക്സ്, ഇതെല്ലാം നമുക്ക് ബാഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പന്നിക്കൂട്ടം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ചിന്തിക്കാം. അപ്പം പുള്ളിക്കാൻ എവിടെ ചെന്ന് വീഴുന്നത് പന്നിക്കൂട്ടം. അപ്പൊ നമ്മുടെ ലൈഫായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഫാദർ എന്നുള്ള ആ റിലേഷൻ പോയിട്ട് നമ്മൾ വേറെ എവിടെ പോയാലും അതിനെയാണ് നമ്മൾ പന്നിക്കൂട്ടം എന്നതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ വരുന്ന അബദ്ധങ്ങൾ, നമ്മുടെ ബാഡ് റിലേഷൻഷിപ്പ്, ബാഡ് ടോക്സ്, ഇതെല്ലാം പന്നിക്കൂട്ടമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് ഞാൻ ഒരു ബുക്കിൽ വായിച്ച, when we fail to surrender to God, we have to surrender everywhere else. നമ്മൾ ദൈവത്തിനോട് when we fail to surrender to God, we have to surrender everything else. surrender everywhere else. നമ്മൾ ബാക്കി എല്ലായിടത്തും തല കുനിക്കേണ്ടി വരും. അതിനാണ് ഈ മകനും പറ്റിയത്. അവന്റെ ഫാദറിന്റെ അടിയിൽ നിന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറ്റി, അവൻ വേറെ എല്ലായിടത്തും അവന് അവന്റെ ഒരു ഫേസ് മൊത്തത്തിൽ അവന്റെ ഒരു പ്രൈഡും എല്ലാം പോയി അവൻ ഹംബിൾഡ് എന്നല്ല, അവൻ അതിലും താഴെ ഒരു ലെവലിലേക്ക് അവൻ കുഴിയുണ്ട്. പന്നിക്കൂട്ടം എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും അൺക്ലീൻ അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ജോബ്സിൽ ഒന്നാണ്. അതാണ് അവന് കിട്ടിയത്. ഏറ്റവും മോശത്തിലേക്ക് എത്തി, ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്ന മനുഷ്യൻ അവന്റെ ഫാദറുമായിട്ട് കൊടുക്കേണ്ട അവനൊരു റെസ്പെക്റ്റോ ഫാദറുമായിട്ടൊരു സറണ്ടറി കൊടുക്കാത്തതുകൊണ്ട് അവൻ ബാക്കി എല്ലായിടത്തും അവന്റെ ലൈഫിൽ അവൻ നഷ്ടപ്പെടുന്നു. അതാണ് നമുക്ക് മൂന്നാമത്തെ പോയിന്റ് അതിനകത്ത് യങ് സണ്ണിനെ കുറിച്ച് കാണുന്നത് മനസ്സിലാക്കുന്നത്. അതുമായിട്ട് ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ള, അവൻ തിരിച്ചു വരുമല്ലോ, വെൻ ഹി കംസ് ബാക്ക്. അവന്റെ ഫാദർ ഒരു തിരിച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട്, all this is like being dead and that's now when my son was dead and now alive. ഇപ്പൊ അവൻ തിരിച്ചു വന്നപ്പം എന്റെ മകൻ മരിച്ചതായിരുന്നു, ഇപ്പൊ വന്നപ്പോ ലൈഫ് വന്നു, ലൈക്ക് ഈസ് അലൈവ് എന്ന് പറയുന്നു. ആ ഒരു പോയിന്റിൽ ഫാദർ ആ തിരിച്ചു പോയിന്റ്, മകൻ അവന്റെ ലൈഫ് ഡെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അവന്റെ ഫാദറിന്റെ കൂടെ ഒരു ലൈഫ് അവൻ എൻജോയ് ചെയ്തില്ല, അതിന്റെ ഒരു ഫ്രീഡം അവന് കിട്ടിയില്ല. അതുകൊണ്ട് അവൻ വെളിയിൽ പോയി അവൻ എൻജോയ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ഫാദർ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, അവൻ തിരിച്ചു വന്നപ്പോഴാണ് അവന്റെ ലൈഫ് അലൈവ് അല്ലെങ്കിൽ ലൈവ്ലി ആയത്. ഇത് നമുക്ക് ഫ്രാൻസിസ് അസീസിയുടെ ലൈഫായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഈ ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന 13th സെഞ്ചുറിയിലെ ഒരു സെയിന്റ് ആയിരുന്നു, ഒരു സാധുവായിരുന്നു. പുള്ളിക്കാരൻ ഒരു സിൽക്ക് ട്രേഡർ, എൻ്റെ മകനായിരുന്നു. സിൽക്ക് ട്രേഡിങ് അല്ലെങ്കിൽ പേരൻസ് ആയിട്ട് ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞ ആള് ഒരു ഭയങ്കര വെൽത്തി ട്രേഡർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഒരു ഇതുപോലെ ലാവിഷ് ആയിട്ടൊക്കെയാണ് ജീവിച്ചു വന്നത്. ഒരു ഈ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ് എല്ലാം ലാവിഷ് ആയിട്ട് അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്നെ. പക്ഷെ പുള്ളിക്കാരൻ ഒരു അസുഖം വന്ന സമയത്താണ് പുള്ളിക്കാരന്റെ ഫ്രണ്ട്സ് എല്ലാം പുള്ളിക്കാരനെ വിട്ടത്. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു തിരിച്ചറിവ് വന്നത്. ഈ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ലൈഫിൽ മനസ്സിലായി ഒരു തിരിച്ചറിവ് വന്നു, ഒരു തോട്ട് വന്നത് എന്താണ്, ഫ്രണ്ട്സിന്റെ സ്നേഹം എല്ലാം ഒരു ടെമ്പററി ആണ്, അല്ലെങ്കിൽ വേൾഡ്ലി എല്ലാം ടെമ്പററി ആണെന്ന് പുള്ളിക്കാരൻ ഒരു ഐഡിയ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ദൈവസ്നേഹത്തെ കുറിച്ച് പുള്ളിക്കാരൻ അന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റിലാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ റിച്ച്നെസ് എല്ലാം വിട്ട് ദൈവവേലയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയത്. അപ്പം അതുപോലെയാണ് ഈ ഒരു സണ്ണിന്റെയും കാര്യം. പുള്ളിക്കാരൻ വേൾഡ്ലി പ്ലഷേഴ്സ് അല്ലെങ്കിൽ വേൾഡ്ലി നമ്മുടെ ഈ ഹിന്ദു ട്രഡീഷൻസിൽ മായ എന്ന് പറയുന്നത് ഇല്യൂഷൻ, അങ്ങനെ ഒരു ഇതിൽ നിന്നൊരു പയ്യനാണ്. ആ പയ്യൻ തിരിച്ചു വന്നപ്പോ എന്ത് പറ്റി, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞു. അവിടെ ഹി അണ്ടർസ്റ്റുഡ് ദ ലവ്, മനസ്സിലാക്കി. പുള്ളിക്കാരൻ അത് മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളിക്കാരൻ ഹാപ്പി ആയത്. ഇത് ഇത്രയും നാൾ മുമ്പേ ഫാദർ സ്നേഹിച്ചില്ലെന്നല്ല, പക്ഷെ പുള്ളിക്കാരൻ ആ ഫാദറുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സ്നേഹബന്ധം അതിലാണ് അതിനകത്ത് ഒരു ഇതിരിക്കുന്നത്, അത് പുള്ളിക്കാരന് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ റിയലൈസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റി, പുള്ളിക്കാരൻ ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി. പിന്നെ തിരിച്ചു വരാനുള്ള 3 കാരണം, 3 things നമുക്ക് ഫോളിനുള്ള എന്തുകൊണ്ടാണ് ഈ മകൻ വീണതെന്നുള്ള 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഫാദറുമായിട്ടുള്ള ഗോഡുമായിട്ടുള്ള റിലേഷൻ പുള്ളിക്കാരൻ ബ്രോക്കൺ ആയിരുന്നു. രണ്ടാമത് പുള്ളിക്കാരന്റെ സെൽഫിഷ്നെസ്, ഈ സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നു. മൂന്നാമത് സ്വന്തമായിട്ടുള്ള പ്രൈഡ്, നമുക്ക് ഇനി എന്തും ആകാം, ആ ഒരു ഇനി നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം എന്നുള്ള ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള ചിന്ത. 3 കാര്യങ്ങൾ, അവന്റെ സെൽഫിഷ്നെസ്, അവന്റെ പ്രൈഡ്,
പിന്നെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയിട്ടാണ്. 3 കാരണങ്ങൾ കൊണ്ടാണ് അവൻ ആ ഒരു ഫാദറിൽ നിന്ന് മാറി നിന്നത്, അല്ലെങ്കിൽ 3 things which made the deterioration, അല്ലെങ്കിൽ fall of the son, younger son. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ 3 കാരണങ്ങളാണ് അവൻ തിരിച്ചു കൊണ്ടുവന്നത്. വാട്ട് ആർ ദ 3 things which helped him to come back. കംബാക്കിന്റെ സമയത്ത് ഓർക്കാനുള്ള 3 കാര്യങ്ങൾ. ഹി റെക്കഗ്നൈസ് സ്റ്റേറ്റ്. ആദ്യത്തെ കാര്യം, ഏത് ഒരു കണ്ടീഷനിലാണെങ്കിലും നമുക്ക് ആദ്യം, നമ്മളിപ്പം സൈക്കോളജി പഠിക്കുകയാണ്, ഇപ്പൊ നമുക്കൊരു ഹാബിറ്റ്, ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ അടുത്തെങ്കിലും കൗൺസിലിംഗ് പോയാലോ അവർ ആദ്യം പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ബാക്കി എന്തിലേക്കും പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു തെറ്റാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അവന് തിരിച്ചു വരാൻ പറ്റും. അതാണ് ഈ ഇതിനകത്ത് നടക്കുന്നത്. 3 things which helped him to come back. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹി റെക്കഗ്നൈസ് സ്റ്റേറ്റ്. അവന്റെ സ്ഥിതി എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹി ഈസ് അൺവർത്തി ഓഫ് ഹിസ് ലവ്. ലൂക്ക് 15:19 ആർക്കെങ്കിലും വായിക്കാവോ? ലൂക്ക് 15:19. I am no longer worthy to be called your son. Treat me as one of your hired servants. ഓക്കെ, അതിനകത്ത് പറയുന്നുണ്ട് ഈസ് അൺവർത്തി ഓഫ് ഹിസ് ലവ്. ഞാൻ ഫാദറിന്റെ ആ ഒരു സൺ, ഫാദറിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫാദറിന്റെ മോനാന്ന് പറയാൻ പോലുള്ള വൃത്തിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹി അണ്ടർസ്റ്റുഡ് ഹിസ് സ്റ്റേറ്റ്. അവന്റെ സ്ഥിതി എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ നഷ്ടപ്പെട്ടവനാണെന്ന് അപ്പയാണ് അവൻ മനസ്സിലാക്കുന്നത്. അതുവരെ അവൻ ലോസ് എന്നല്ല, അപ്പയാണ് അവൻ ലോസ് എന്നാണെന്ന് അവൻ മനസ്സിലാവുന്നത്. രണ്ടാമത് എന്താ, ഹി ന്യൂ ദാറ്റ് ഈവൻ ദ സെർവൻസ് ഹാഡ് എ ഗ്രേറ്റ് ടൈം. അവൻ ആ ഒരു കാര്യം പറയുമ്പോഴത്തെ അതിനകത്ത് 2 പോയിന്റ്സ് നമുക്കുണ്ട്. ലൂക്ക് 15:17 വായിക്കാം ആർക്കെങ്കിലും? But when he came to himself, he said, how many of my father's hired servants have more than enough bread, but I perish here with hunger. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന്റെ ഫാദർ, അവനായിട്ടുള്ള സ്നേഹബന്ധം അവനും അവന്റെ ഫാദറുമായിട്ട് മുമ്പേ ഇല്ലായിരുന്നെങ്കിൽ, അത്രയും ക്ലോസ് അല്ലെങ്കിൽ അത്രയും ഡീപ്പ് അല്ലായിരുന്നെങ്കിൽ അവന്റെ ഫാദറിന്റെ ക്യാരക്ടർ ആയിരുന്നു. ഹി ന്യൂ ഹിസ് ഗോഡ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ആദ്യം എന്ന് പറയുന്നത് അവന്റെ സ്റ്റേറ്റ് അവൻ മനസ്സിലാക്കി. രണ്ടാമത് ഹി ന്യൂ ഹിസ് ഗോഡ്. അവന്റെ ഫാദറിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഫാദറിന്റെ അടുത്ത് തിരിച്ചു പോകണമെന്ന് തോന്നിയത്. അവന്റെ ഫാദറിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അതിനകത്തൊരു ഇഗ്നറൻസിന്റെ പാർട്ട് വരുന്നുണ്ട്. അപ്പൊ അവൻ ഇഗ്നറന്റ് അല്ല, അവന്റെ ഫാദറിനെ കുറിച്ച് അവൻ അറിയാം. ഇവിടെ അവന്റെ പ്രൈഡ് ആണ് അവനെ ഫോളോ ചെയ്ത്. അവന്റെ ഫാദറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഫാദർ എങ്ങനത്തെ ആളാണ്, ഫാദറായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോലും ഫാദർ എങ്ങനത്തെ ആളാണെന്നറിയാം. ഫാദർ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യുന്നറിയാം. അപ്പം ഫാദർ എന്നൊക്കെ നോക്കി. ഹി ന്യൂ ഹിസ് ഫാദേഴ്സ് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് നോക്കിയത്. ഹി ലുക്ഡ് അപ്പോൺ ടു ഹിം. നമ്മുടെ ഈ ബൈബിൾ സാംസിലൊക്കെ പറയുന്നുണ്ട് ഹി ലുക്ഡ് അപ്പ് ടു ദ മൗണ്ടൻസ്. അതുപോലെ ഹി ലുക്ഡ് അപ്പ് ടു ദ ഫാദർ. പിന്നെ അതിലൊരു ഫെയ്ത്തിന്റെ ഒരു പാർട്ടുണ്ട്. ഫെയ്ത്തിൽ ഒരു ബിറ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. തിരിച്ചു പോയാലും എടുക്കും എന്നറിയാം. ആ ഒരു ഫെയ്ത്ത് പാർട്ട് അവിടെ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഹി ഹംബിൾഡ് ഹിംസെൽഫ്. അവനെ തന്നെ അവൻ താഴ്ത്തി. സെർവന്റ് ആയാലും കുഴപ്പമില്ല, മകൻ വേണ്ട, സെർവന്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ അവന്റെ പ്രൈഡ് വിട്ട് അവൻ ഹംബിൾ വന്നു. അവന്റെ ഈഗോ വിട്ടു. ഈഗോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത്, ഈഗോ എന്ന് പറയുന്നത് എഡ്ജിങ് ഗോഡ് ഔട്ട്. ദൈവത്തെ നമ്മൾ എഡ്ജ് ചെയ്ത് കളയുന്നതിനാണ് ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ ഈഗോ അവൻ മാറ്റി വെച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ ഹംബിൾനെസ് എന്നുള്ള പാട്ട് വന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ ഇതിനെ കുറിച്ച് വരുന്നത്. ഇത് കൂടുതൽ ഉണ്ടെങ്കിൽ കാണും, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ 3 കാര്യങ്ങളാണ് അവന് മെയിൻ ആയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ, അവനെ തിരിച്ചു വരവന്. വൺ ഇസ് ഹി റെക്കഗ്നൈസ് സ്റ്റേറ്റ്. അവന്റെ സ്ഥിതി അവൻ അറിഞ്ഞു. രണ്ടാമത് അവന്റെ ഫാദറിന്റെ ക്യാരക്ടർ അറിയായിരുന്നു. ഹി ന്യൂ ഹിസ് ഫാദേഴ്സ് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ, ഒരു സ്ഥലത്ത് നമുക്ക് ജോലി തേടി പോകണമെങ്കിൽ നമുക്ക് അറിയാം അവിടെ ജോലി കിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാലേ അങ്ങ് പോവുള്ളൂ. അതുപോലെയാണ് ഇവനും. അവനറിയാം, അവന്റെ ഫാദറിന്റെ ക്യാരക്ടർ അറിയാം. പിന്നെ ഒരു ബിറ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് അതിനകത്ത്. മൊത്തം ഫെയ്ത്ത് ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ബിറ്റ് ഓഫ് ഫെയ്ത്ത് അവനിലുണ്ട്. ഫാദർ തിരിച്ചെടുക്കും അവനെ. മൂന്നാമതെന്ന് പറഞ്ഞാൽ അവൻ ഹംബിൾ ചെയ്തു. അവനെ തന്നെ ഹംബിൾ ചെയ്ത് അവന്റെ ഈഗോ മാറ്റിവെച്ചു. മൂന്നാമത് നമ്മൾ എടുക്കേണ്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ എടുക്കേണ്ട ക്യാരക്ടർ എന്ന് ഫാദറാണ്. ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു പോകുന്നുള്ളൂ. ഫാദർ അവനോട് ക്ഷമിക്കുന്നു, അതെല്ലാവർക്കും അറിയാം. രണ്ടാമത് അവന്റെ ഫാദറിന്റെ ഒരു വലിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫാദർസ് വെയിറ്റിംഗ്, കാത്തിരിക്കുന്നു. ഫാദർ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഫാറ്റ് കാഫ്, കൊഴുപ്പിച്ച കാളക്കുട്ടി, അവന് വേണ്ടി ഒരു കാളക്കുട്ടി അവിടെ വെച്ച് തിരിച്ചു വരുമ്പോഴത്തെ അവന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞ് അവൻ വെക്കുന്നതാണ് ഫാറ്റ് ആൻഡ് കാഫ്. അതൊരു വലിയൊരു പ്രത്യാശ തരുന്നൊരു കാര്യമാണ്. ഹീസ് വെയിറ്റിംഗ് ഫോർ ഹിം. പിന്നെ മൂന്നാമത്തെ കാര്യം, സാധാരണ ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലി ശ്രദ്ധിക്കാൻ മനസ്സിലാവും, ഈ ഫാദർ തിരിച്ചു വരുമ്പോ ചോദിക്കുന്നില്ല നീ എവിടെയായിരുന്നു, അല്ലെ നീ എന്ത് ചെയ്യായിരുന്നു, കുറച്ച് ദിവസമൊക്കെ നീ ആ ഔട്ട് ഹൗസിൽ താമസിക്കുക, തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം സ്വഭാവം, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര ഡീസെന്റ് ആയിട്ട് ഹി ഈസ് നോട്ട് ആസ്കിങ് അബൌട്ട് യുവർ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റിനെ പുള്ളിക്കാരൻ ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് സാധാരണ ഒരു
ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ചോദിക്കുള്ളൂ, നീ എവിടെയായിരുന്നു ഇത്ര നാൾ, നീ എന്ത് ചെയ്തോണ്ടിരുന്നത്? അപ്പൊ ഹീസ് നോട്ട് ആസ്കിങ് അബൌട്ട് ഹിസ് പാസ്റ്റ്. പാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നില്ല. അത് തന്നെ ഒരു വലിയ റിലീഫാണ്. നമുക്ക് തിരിച്ചു വരുമ്പത്തെ ഒന്നും ചോദിക്കില്ല, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളൊരു കൺഫർമേറ്ററി ഫാദർ തരുന്നുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹീ സെലിബ്രേറ്റിംഗ് അവർ കമ്മിങ്. അവൻ തിരിച്ചു വരവിനെ അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. നോർമൽ പോകുന്നതിനല്ല, തിരിച്ചു വരുമ്പോൾ അവൻ ഫാദർ ഇസ് ലൈക്ക് വെരി ഹാപ്പി. പ്രതീക്ഷിക്കാത്ത തന്നെ അവനൊരു സെലിബ്രേഷൻ കൊടുക്കുകയാണ്. നമ്മൾ ആ ഫാറ്റ് ആൻഡ് കാഫിന്റെ ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 3 പോയിന്റും കൂടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത, ഞാനൊരു ഇതിൽ വായിച്ച ഒരു ഇലിസ്ട്രേഷൻ ആണ്. അതിനകത്ത് പറഞ്ഞൊരു 3 കാര്യങ്ങളാണ്. ഒറ്റ മിനിറ്റ്. ഒരു മിനിറ്റ്, സോറി. അതിനകത്ത് 3 കാര്യങ്ങളാണ് ഫാദർ വരുമ്പോഴത്തെ ഫാദർ ചെയ്യുന്നത്. ഫാദർ നമ്മൾ ലൂക്ക് 15:25 തൊട്ടൊന്ന് വായിക്കാവോ? ലൂക്ക് 15:25. അല്ല സോറി, ലൂക്ക് 15:25 അല്ല, ലൂക്ക് 15:22. ലൂക്ക് 15:22 തൊട്ട് വായിക്കോ. 22 to 24 വായിക്കാവോ? The father said to his servants, bring quickly to best robe and put it on him, and put a ring on his hand and shoes on his feet. And bring the fattened calf and kill it, and let us eat and celebrate. For this my son was dead and is alive again. He was lost and is found. And they began to celebrate. ഓക്കെ, ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ സാധാരണ വായിച്ചു ശ്രദ്ധിക്കാത്തൊരു 3 പോയിന്റ്സ് കൂടെ ഞാൻ പറഞ്ഞുവിടാം. നമുക്ക് ഇതെല്ലാം നിങ്ങൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പുതുതല്ലായിരിക്കും, ഇതൊക്കെ പിന്നെ റിപ്പീറ്റീവ് ആയിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റ് എനിക്ക് പുതുതായിട്ട് തോന്നിയൊരു പോയിന്റ് ആണ്. ഈ സെലിബ്രേറ്റീവ് ആണ് ഫാദർ എന്ന് പറഞ്ഞു. ഫാദർ നല്ലൊരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഇതില് ഭയങ്കര നമ്മുടെ തിരിച്ചു വരവനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഫാദർ ഫോർഗീവിംഗ് ആണ്, ഫാദർ കാത്തിരിക്കുന്നു, ഫാദർ നമ്മുടെ പാസ്റ്റ് ചോദിക്കുന്നില്ല. പക്ഷെ സെലിബ്രേഷന് 3 പോയിന്റ്സ് ഉണ്ട്. അത് ശരിക്കും ബിബ്ലിക്കൽ പോയിന്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, റോബ്, ഫസ്റ്റ് പോയിന്റ് റോബ്. അതിനകത്ത് ഫാദർ സെഡ് ടു ഹിസ് സെർവൻസ്, ഹറി ബ്രിങ് ദ ബെസ്റ്റ് ക്ലോത്ത്സ്. അതായത് റോബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഉണ്ട്, നമ്മുടെ ഇതിന്റെ മേലിൽ ഇടുന്ന ഒരു ഡ്രസ്സ് പോലെ ഒരു ഡ്രസ്സ് ഉണ്ട്. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഓണറിന്റെ ഒരു പാർട്ടാണ്. ഓണറിങ് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ഫാദർ അവന്റെ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ മകനെ ഓണർ ചെയ്യാണ് വിത്ത് ദ റോബ്. ആ ഒരു വസ്ത്രം, ബ്ലെസ്ഡ് ക്ലോത്ത്സ് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഓണർ ചെയ്യുന്നു. പുള്ളിക്കാരൻ അവന്റെ മകനെ ഓണറിങ്. അതാണ് ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്യുള്ളത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റിംഗ് കൊടുക്കുന്നു. റിംഗ് എന്ന് പറയുന്നത് ജൂയിഷ് ട്രഡീഷനിൽ ജൂയിഷ് ട്രഡീഷൻ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും ഈ റിംഗ് എന്ന് പറയുന്നത് അതോറിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഈ റിംഗ്. അപ്പൊ ഫാദർ അവന്റെ ലോസ്റ്റ് സണ്ണിന്റെ അതോറിറ്റികളെല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഈ വിട്ടുപോയ മകനെല്ലാം, എനിക്കിനി ഒന്നും വേണ്ട, ഒരു അതോറിറ്റി ഇവിടെ വേണ്ട, ഞാൻ വേറെ ലൈഫ് ജീവിച്ചോളാം എന്ന് പറഞ്ഞ മകൻ തിരിച്ചു വരുമ്പോഴത്തെ അവൻ എന്താ കൊടുക്കുന്നത്? ഒരു റിംഗ് കൊടുക്കുന്നു. റിംഗ് എന്ന് പറയുന്നത് അവന്റെ അതോറിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഹി ഈസ് ഗിവിംഗ്, റീഇൻസ്റ്റേറ്റിംഗ് ദ അതോറിറ്റി. പോയ അതോറിറ്റി അല്ലെങ്കിൽ അവന്റെ അതോറിറ്റിനെ തിരിച്ചു കൊടുക്കുന്നതാണ് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് അറിയാം, റോബ് എന്ന് പറയുന്നത് ഓണറാണ് കൊടുക്കുന്നത്. രണ്ടാമത് റിംഗ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി. പിന്നെ അവനെ ഷൂസ് ഇടിപ്പിക്കുക, ചപ്പൽ, പുട്ട് ദ സാൻഡൽസ് ഓൺ ഹിം എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ സ്ലേവ്സ് എന്ന ആൾക്കാർ, അല്ലെങ്കിൽ താഴ്ന്ന ആൾക്കാർ ചപ്പലിടില്ല. കാരണം ചപ്പലിടാൻ അവർക്ക് യോഗ്യത ഇല്ല. ചപ്പലിടുന്നത് ഒരു റിച്ച് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൗസിലാണെങ്കിൽ മക്കളുടെ മാത്രമേ ചപ്പൽ കാണുള്ളൂ. അല്ലാതെ ബാക്കി താഴ്ന്ന സ്ലേവ്സിനോ അല്ലെങ്കിൽ ബാക്കി വേറെ അവിടെ വർക്ക് ചെയ്ത ആർക്കും ചപ്പലില്ല. അപ്പം പുള്ളിക്കാരൻ ചപ്പലിടാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നിന്നെ സ്ലേവ് ആയിട്ടല്ല കരുതുന്നത്, നിന്നെ മകനായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പൊ 3 പോയിന്റ് ഉണ്ട്. ആ ചപ്പൽ കൊടുക്കുന്നതിന്റെ അർത്ഥം അവനെ സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സ്ലേവ് ആയിട്ടല്ല. അപ്പൊ 3 പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഈ സെലിബ്രേറ്റീവ് പേഴ്സൺ ആയിട്ട് ഫാദർ 3 കാര്യങ്ങളാണ് അവന് കൊടുക്കുന്നത്. ഒന്ന് റോബ്, അവനെ ഓണർ ചെയ്യുന്നു. രണ്ടാമത് അവനെ ഷൂസ് എന്ന് പറയുന്നത് അവനെ സൺ ആയിട്ട് എടുക്കുന്നു, സ്ലേവ് ആയിട്ടല്ല. കാരണം അന്നത്തെ ഷൂസ് ഇടുന്നത് ഒരു വലിയൊരു പൊസിഷനിലുള്ള ആൾക്കാർക്ക് ഷൂസ് ഇടാൻ പറ്റുള്ളൂ. ഷൂസ് അല്ലെങ്കിൽ അന്നത്തെ സാൻഡിൽസ് ഇടാൻ പറ്റും. മൂന്നാമത്തെ റിംഗ് എന്ന് പറഞ്ഞാൽ അതോറിറ്റിയാണ്. അവന് അവന്റെ അതോറിറ്റി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം ബേസിക്കലി അവന് ഫ്രീഡവും തിരിച്ചു കൊടുക്കണം. അവന് ഫ്രീഡം ആണ് ഇത് കാണിക്കുന്നത്. ഷൂസ്, റോബ്, റിംഗ്, ഇതെല്ലാം അവന് തിരിച്ചു കൊടുക്കുന്ന, റീഇൻസ്റ്റേറ്റിംഗ് ഹിസ് ഓൾഡ്. അവന്റെ അവന്റെ ഗ്ലോറി തേർഡ് പാർട്ടാണ്. ലോസ്റ്റ് ഗ്ലോറിന്ന് തിരിച്ച് വന്നു കഴിയുമ്പോൾ അവന് മഹത്വം തിരിച്ചു കൊടുക്കുന്നു. ഹിസ് റീഇൻസ്റ്റേറ്റിംഗ് ദ ഗ്ലോറി. പിന്നെ അതിനകത്തൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ വായിച്ച ഒരു ബുക്കിനകത്ത് വായിച്ചൊരു ഇതാണ്.
വാട്ട് വി ആർ ഡസൻ മാറ്റർ, ബട്ട് വാട്ട് വി ക്യാൻ ബിക്കം, അല്ലെ വാട്ട് വി ക്യാൻ ബി മാറ്റേഴ്സ്. അപ്പൊ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ള, നമ്മൾ എന്താണ്, വാട്ട് വി ആർ ഡസൻ മാറ്റർ, ബട്ട് വാട്ട് വി ക്യാൻ മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം ഈ മകൻ എന്താണെന്ന് ഫാദർ നോക്കിയില്ല, എവിടെയായിരുന്നു എന്ന് നോക്കിയില്ല. പക്ഷെ ഫാദർ ആ റീഇൻസ്റ്റേറ്റിംഗ്, ഫുൾ അതോറിറ്റി, ഫുൾ ഇത് അവനെ തിരിച്ചു കൊടുത്തു. അതാണ് ഞാൻ ഫാദറിനെ കുറിച്ച് പറയുന്ന ആ ഒരു പാർട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മൂന്നാമത് നമുക്കെല്ലാം അറിയാം, ബ്രദർ എന്നൊരു ക്യാരക്ടർ ശരിക്കും നമുക്കൊരു ഫരിസീസിനെയാണ് അവിടെ ജീസസ് ഉദ്ദേശിക്കുന്നത്. ഫരിസീസ് അല്ലെങ്കിൽ ഈ ഹിപ്പോക്രൈറ്റ്സിനാണ് ബ്രദർ ഉപയോഗിക്കുന്നത്, ബ്രദറിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ബ്രദർ ആദ്യം ഈ ബ്രദറിന്റെ സംസാരം നമുക്ക്, ഞാൻ അതിലേക്ക് പോകുന്നില്ല ഡീപ്പായിട്ട്, പക്ഷെ ബ്രദറിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ബ്രദർ റൈച്ചസ് ആണ് സ്വന്തമേ വിശ്വസിച്ചു. ഹി ബിലീവ് ദാറ്റ് ഹീസ് റൈച്ചസ്. പിന്നെ സെക്കൻഡ് എന്തോ, ഹി ബിലീവ്ഡ് ഇൻ ഹിസ് മെറിറ്റ്സ്. അവന്റെ പ്രവർത്തികളാണ് അവനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവനെ അവിടെ ഫാദറിന്റെ ആയിട്ട് നിർത്താൻ സഹായിച്ചെന്ന് നാം വിശ്വസിക്കുന്നു. മൂന്നാമത്, ഹി ഈസ് ജഡ്ജിങ് അതേഴ്സ്. മൂന്നാമത്തെ കാര്യമാണ് ഈ ഹിപ്പോക്രൈറ്റ്സിന്റെ 3 കോമൺ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. റൈച്ചസ് ആണെന്ന് സ്വന്തമായിട്ട് വിശ്വസിക്കുന്നു, രണ്ടാമത് അവന്റെ മെറിറ്റ് കൊണ്ടാണ് അവൻ രക്ഷപ്പെടുന്നത് വിശ്വസിക്കുന്നത്. നമുക്ക് എഫേസ്യൻസ് 2:8 വായിക്കാവോ? ആർക്കെങ്കിലും എഫേസ്യൻസ് 2:8 വായിക്കാവോ? Ephesians 2:8. 2:8. By grace you have been saved through faith, and this is not your own doing, it is the gift of God. അതിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ബൈ ദ മെറിറ്റ്സ് ബട്ട് ബൈ ദ ഗ്രേസ് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്, അത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ്. പക്ഷെ ഈ ബ്രദർ എന്താ ചിന്തിച്ചത്, അവന്റെ മെറിറ്റ്, അവന്റെ ഒരു സ്വന്തം മെറിറ്റ്, അല്ലെങ്കിൽ അവൻ ചെയ്ത് എത്ര നാൾ കൊണ്ടാണ് അവിടെ ഫാദറിന് പ്രീതി വന്നെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് അവന്റെ പ്രോബ്ലം. പിന്നെ അവന്റെ 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അവൻ റൈച്ചസ് ആണ്, അവൻ തെറ്റിദ്ധരിക്കുന്നു, അവനൊരു സെൽഫ് അവയർനെസ് ഇല്ല, അവൻ എന്താണ് അവന്റെ ലൈഫിൽ നിന്ന് അവനെ കുറിച്ച് അവനൊരു ബോധമില്ല. അതുകൊണ്ടാണ് സെൽഫ് റൈച്ചസ് ആണ് അവൻ തന്നെ ചിന്തിക്കുന്നു. അതൊരു ഹിപ്പോക്രൈറ്റിന്റെ പ്രത്യേകതയാണ്. പിന്നെന്ന് വെച്ചാൽ അവൻ മെറിറ്റ്സിലാണ് വിശ്വസിക്കുന്നത്, നോട്ട് ഇൻ ട്രൂ ലവ്. പിന്നെ മൂന്നാമത്, ഹി ഡസൻ ഹാവ് ദ റൈറ്റ് ടു ജഡ്ജ് അതേഴ്സ്. ഹി ഈസ് ജഡ്ജിങ് അതേഴ്സ്. അവന്റെ ബ്രദറിനെ വന്നപ്പോൾ അവൻ ജഡ്ജ് ചെയ്യാണ്, സ്വന്തം കുറ്റം നോക്കാതെ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുന്നു. അതാണ് അതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ ഒരു പ്രസന്റ് സിനാരിയോയിൽ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പുള്ളിക്കൻ എൽഡർ ബ്രദർ ആണെങ്കിൽ അവിടെ ഉണ്ട്, പക്ഷെ ഹിസ് ഫാർ ഫ്രം ഹിസ് ഫാദേഴ്സ് ഹാർട്ട്. പക്ഷെ യങ്ങർ ബ്രദർ ഇച്ചിരി കൂടെ തിരിച്ചു വരുന്നു, ഹിസ് കമ്മിങ് ബാക്ക്. ഇത്രയും നാൾ കൂടെ എന്ന എൽഡർ ബ്രദർ ഫാദറിന്റെ റിലേഷൻഷിപ്പില്, ഫിസിക്കൽ അല്ലാത്ത റിലേഷൻഷിപ്പില്, ഇമോഷണൽ റിലേഷൻഷിപ്പില് ഹി ഈസ് വെരി ഫാർ, ഫാദറിന്റെ ഹാർട്ടിൽ നിന്ന് ദൂരെയാണ്. അതാണ് ഈ എൽഡർ ബ്രദറിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ ഇത്രയും ഈ ഒരു 3-4 പോയിന്റ്സ് ആണ് ഞാൻ ഈ ഒരു ഡിവോഷൻ എന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഇപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കൺക്ലൂഡിങ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു അജയ് ഡോക്ടർ. നല്ലൊരു സർമൺ. ഞങ്ങൾ പറയും ഒരു ബൈബിൾ സ്റ്റഡി, പക്ക ഒരു ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയായത് ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ഒരു